ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വ്യത്യസ്ത രുചിയിലുള്ള ഒരു കിടിലൻ പായസമാണ് മാമ്പഴ പായസം. അപ്പോൾ വിഷുവൊക്കെ വരികയല്ലേ, പോരാത്തതിന് നാട്ടിലിപ്പോൾ മാങ്ങയുടെ സീസണുമാണ്. ഈ ഒരു സമയത്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല കിടിലൻ പായസം തന്നെയാണ് ഈ മാംഗോ പായസം. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് ബിരിയാണി അരി കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ജീരകശാല അരി, കൈമ അരി എന്നും പറയും, അതാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു ടൈപ്പുള്ള അരി ആയിരിക്കും ഈ ഒരു പായസമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ബെറ്റർ. ഇത് കഴുകി എടുത്തിട്ടുള്ളതാണ്. 2.5 ടേബിൾ സ്പൂണാണ് ഇവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ ആയാലും മതിയാവും. എന്തായാലും ഒരുപാട് ആവരുത് കേട്ടോ, വളരെ കുറച്ച് തന്നെ മതി ഈ ഒരു അരി. ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിൽ തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് അരി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അരിയെ നമുക്ക് വേറൊരു അടുപ്പിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. എന്നിട്ട് ഈ ഒരു അടുപ്പിലേക്ക് ഒരു ചൂട് കട്ടിയുള്ള പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പായസത്തിന് ആവശ്യമായിട്ടുള്ള പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. 1.5 കപ്പ് പശുവിൻ പാലും 1 കപ്പ് തേങ്ങയുടെ 1/4 പാല്, കട്ടിയുള്ള തേങ്ങാപ്പാൽ, അത് 1 കപ്പുമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇവ രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. പാല് തിളച്ച് വരാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമുക്കിതിലേക്ക് മധുരം ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര ആദ്യം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, അതല്ല കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിലൊക്കെ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു പായസത്തിന്. ഇനി ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി പാലിലേക്ക് യോജിപ്പിച്ചെടുക്കണം. നമ്മുടെ റൈസ് ഇതിൻ്റെ ഇടയിൽ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് ഫൈനായിട്ട് പേസ്റ്റായി അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. ഇവിടെ ഇപ്പോൾ റൈസ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോയിൽ ശരിക്കും ക്ലിയർ ആയിട്ട് കാണില്ല, ഒരുപാട് ഫൈൻ പേസ്റ്റൊന്നും ആയിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് തന്നെ ഉള്ളൂ. ഇനി ഇതൊന്ന് പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലുള്ള ഒരു ഹാൻഡ് വിസ്ക് യൂസ് ചെയ്തിട്ട് ഈ ഒരു ചോറിനെ പാലിലേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോറായതുകൊണ്ടും പിന്നെ മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്ത കാരണവും ഈ ഒരു ചോറ് പായസത്തിൽ കട്ടയായിട്ട് കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ളൊരു ഹാൻഡ് വിസ്ക് യൂസ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുന്നത്. അതാവുമ്പോൾ വളരെ ഈസി ആയിട്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ ചോറിനെ ഈ ഒരു പായസത്തിലേക്ക് യോജിപ്പിച്ചെടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ നല്ലതുപോലെ ഇളക്കി ഈ ഒരു പാലും ചോറും തമ്മിൽ നല്ലതുപോലെ കട്ടയൊന്നുമില്ലാത്ത രൂപത്തിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കായുടെ പൊടി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ ഒരു സമയത്ത് തന്നെ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതും ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ ഒരു പാലിനെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ചു വരുന്നത് വരെ ഇടയ്ക്കിടയ്ക്കൊന്ന് പായസം ഇളക്കി കൊടുക്കണം. പായസം ഇപ്പോൾ ഇതാ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അടുപ്പത്ത് വെച്ചിട്ടുള്ള പായസത്തിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് അരി ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അരി ചേർത്ത് കൊടുക്കുന്ന ആ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, അത് സ്കിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് പാലും തേങ്ങാപ്പാലും പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ആഡ് ചെയ്ത് കൊടുത്തിട്ട് തിളപ്പിച്ചെടുത്താലും മതിയാവും. എന്നിട്ട് ഇതുപോലെ തന്നെ തിളച്ചതിന് ശേഷം ഒരു സൈഡിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ പായസം മിക്സ് നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് മാങ്ങ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പായസത്തിലേക്ക് എടുക്കുന്ന മാങ്ങ എന്ന് പറയുന്നത് അധികം പുളിയില്ലാത്ത ടൈപ്പ് മാങ്ങ ആയിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ പായസം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു പായസമാണ്. അവസാനമായിട്ട് നെയ്യിൽ നട്ട്സും കിസ്മിസും ഒക്കെ വറുത്ത് കോരിയിടുന്ന പരിപാടി ഒന്നും ഈ പായസത്തിലില്ല കേട്ടോ. പിന്നെ ഇത് തണുപ്പിച്ച് കഴിക്കുന്ന ഒരു പായസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ തലേ ദിവസം ഉണ്ടാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഒരു ഓവർനൈറ്റൊക്കെ ഫ്രിഡ്ജിൽ ഈ ഒരു പായസം ഇരിക്കുമ്പോഴാണ് ശരിക്കും അതിലേക്ക് മാംഗോയുടെ ആ ഒരു ഫ്ലേവർ ഇറങ്ങുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 7-8 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ തണുപ്പിക്കാനായിട്ട് മാറ്റി വെക്കണം. ഇവിടെ ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ തണുപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ പായസം ഇവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പിസ്ത ചോപ്പ് ചെയ്താണ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല കിടിലൻ പായസം തന്നെയാണ് ഈ മാംഗോ പായസം.
ശരിക്കും നല്ല വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു മാമ്പഴ പായസത്തിന്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പീസായിട്ട് കാണുന്നത് വരെ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ, താങ്ക് യു.